രൂപം മാറുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് രൂപം മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഷാമുവിൻ്റെ രൂപത്തിലേക്ക് മാറുന്നതും അവൻ അതിഷ്ടപ്പെടാതെ അവളെ വഴക്ക് പറയുന്നതുമായിരുന്നു നമ്മൾ കണ്ടത്. ഷാമു വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഷാമിങ്ങിൻ്റെ വേഷത്തിലേക്ക് മാറിയത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്റ്റുഡൻസ് എല്ലാം അവളെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ ഷാമുവിന് അവളിങ്ങനെ തന്നെ കളിയാക്കുന്നത് വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു. അങ്ങനെ അവൾക്ക് പണിഷ്മെൻ്റായിട്ട് അവൻ അവളെ അവിടെ എടുത്ത് തടവിലാക്കുന്നു. ആരെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്കും ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ മുൻപേ തന്നെ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷാമു അവിടെ തനിച്ച് ഒരിടത്ത് തടവിലാവുന്നു. അവൾ വിശന്നും ആകെ ബോറടിച്ചൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാമു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ച് മാപ്പ് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ അവളെ വിട്ടയക്കാമെന്ന് അവൻ പറയുന്നു. പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കില്ല എന്ന് പറഞ്ഞ് ഷാവു എതിർത്ത് നിൽക്കുകയാണ്. ഷാവു ഇങ്ങനെ തന്നെ കളിയാക്കിയതായിരുന്നില്ല ഷാമുവിനെ ദേഷ്യം പിടിപ്പിച്ച വിഷയം. അവൾ മനുഷ്യരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണ് അവൻ ഈ ദേഷ്യം. അത് തെറ്റാണ് എന്ന് അവൾ സമ്മതിക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഷാവു അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് അവൾ അവനുമായിട്ട് അപ്പോഴും തർക്കിക്കുന്നു. നീ ഇപ്പോൾ എന്തായാലും ഡീമൻ വാലിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഡീമൻസിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇനിയും മനുഷ്യരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ഷാമു അവളോട് വാണിംഗ് പോലെ വീണ്ടും പറയുന്നുണ്ട്. ഇവിടെ ഹോങ്ങിയെ പോലും എന്നോട് ഇങ്ങനെ ഡീമൻസിൻ്റെ കൂട്ടത്തിൽ ചേരാൻ പറയാറില്ല. പിന്നെ നിനക്കിത് പറയാൻ എന്താണ് അവകാശം? ഇപ്പോൾ തന്നെ ഞാനിത് ഹോങ്ങിയുടെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഷാമു അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഷാമു അവളെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു. ഡീമൻസിനെ ബന്ധിക്കുന്ന ഒരു പ്രത്യേകതരം ചങ്ങലയാണത്. അങ്ങനെ അവൾക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. അവൾ ഇപ്പോൾ തന്നെ ഹോങ്ങയുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവളെ അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ഷാമു ഇത് ചെയ്തത്. നിന്റെ കുറ്റം സമ്മതിക്കാതെ നിന്നെ ഇവിടെ നിന്ന് പുറത്ത് വിടില്ല, അങ്ങനെ മനസ്സ് തോന്നി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷാമു അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഷാമുയ്ക്ക് അങ്ങനെ കീഴടങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷാമു അവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് ഷാമിങ് ആണ് എന്ന് ഷാമുയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഷാമിങ്ങും അല്ല എന്ന് ഷാമുയ്ക്ക് മനസ്സിലാവുന്നു. വീണ്ടും അല്പനേരം കൂടി ചോദ്യം ചെയ്തപ്പോൾ മുന്നിലിരിക്കുന്നത് ദാലിയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടെ ദാലി സ്വന്തം രൂപത്തിലേക്ക് മാറുന്നു. കുറച്ച് അപ്പുറത്തായി തന്നെ ലൗലോയും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കല്ല് വലിച്ചതായതോടെ അവന് പുറത്തേക്ക് വരുന്നു. ഷാമു ഇപ്പോൾ കൾട്ടിവേഷന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാതെ റൂമിൽ പോയി ഉറങ്ങാമെന്ന് പറഞ്ഞ് ദാലി അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് തുടങ്ങുന്നു. അങ്ങനെ ആ ചങ്ങല അഴിക്കാൻ നോക്കിയപ്പോൾ പക്ഷേ അവൾക്ക് ഷോക്ക് അടിച്ചതുപോലെ ആവുന്നുണ്ട്. അതോടെ അതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഷാമുയെ മോചിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവരിങ്ങനെ തന്നെ സഹായിക്കാൻ വന്നു പറഞ്ഞാൽ അവർക്കും ഇതേ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവരോട് തിരികെ പോയിക്കോളാൻ ഷാവു പറയുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലോടെ തിരികെ പോകേണ്ടി വരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഷാവുയെ ഹെൽപ്പ് ചെയ്യാൻ ഹോങ്ങയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഹോങ്ങ അടുത്ത് സഹായം ചോദിക്കാൻ പോകാമെന്ന് ദാലി പറയുന്നുണ്ട്. ഹോങ്ങ ഈ സമയം അവിടെയുള്ള ഒരു ഗുഹയിൽ കൾട്ടിവേഷനിലായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ഒരു പൂവ് വന്ന് വീഴുന്നുണ്ട്. അവൻ അതിൽ നിന്ന് എന്തോ മെസ്സേജ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവൻ ഷാമുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഷാവുയെ അങ്ങനെ ഡീമൻസിനെ ബന്ധിക്കുന്ന ആ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതിന് വഴക്ക് പറയുന്നു. എത്രയും പെട്ടെന്ന് അവളെ റിലീസ് ചെയ്യാനും പറയുന്നുണ്ട്. ഷാമു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ശരിക്കുള്ള ഹോങ്ങ അല്ല എന്ന് അവൻ സംശയം തോന്നുന്നു. കുറച്ചു നേരം കൂടി സംസാരിച്ചപ്പോൾ അവനത് ഉറപ്പാവുന്നുണ്ട്. അങ്ങനെ അവൻ എന്തോ ചെയ്തപ്പോൾ ഹോങ്ങയുടെ രൂപം മാറിയിട്ട് അവിടെ ദാലിയും ലൗലോയും കൂടി ആവുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീണ്ടും ഷാമുവിനെ പറ്റിക്കാനായി ഇറങ്ങി തിരിച്ചായിരുന്നു. പക്ഷേ നമ്പർ ചീറ്റി പോകുന്നു. അങ്ങനെ രണ്ടുപേരും അപ്പോൾ തന്നെ അവിടെ നിന്ന് പേടിച്ചു ഓടുന്നുണ്ട്. ഷാമുവിനാണെങ്കിൽ ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കുള്ള ഹോങ്ങിയ ഈ സമയം ഷാവുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അവൾ കരുതിയത് മുമ്പത്തെ പോലെ ദാലി രൂപം മാറി വന്നിരിക്കുകയാണെന്നാണ്. ഇത്തവണ നീ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നിനക്ക് ടോപ്പ് മാർക്ക് തന്നെ നൽകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അഭിനന്ദിക്കുന്നു. അവനാണെങ്കിൽ അത് തിരുത്താനും നിൽക്കുന്നില്ല. അങ്ങനെ ദാലിയാണ് എന്ന് കരുതി ഷാവോ അവനോട് സംസാരിക്കുന്നുണ്ട്. ഹോങ്ങയുടെ സഹായം ചോദിക്കുന്നതല്ലേ നല്ലത് എന്ന് അവൻ ചോദിച്ചെങ്കിലും കുറച്ച് മുമ്പ് അവൻ ഇങ്ങോട്ട് സഹായം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അത് നിരസിച്ചതല്ലേ. എന്നിട്ട് ഉടനെ തന്നെ അവനോട് സഹായം ചോദിക്കാൻ മടിയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഷാവു പറയുന്നു. പിന്നെ അവിടെ നല്ല നിലാവുദിച്ച് നിൽക്കുന്നതുകൊണ്ട് അവൾ തൻ്റെ ബർത്ത്ഡേ പറ്റി പറയുന്നു. ബർത്ത്ഡേ എന്നാണ് എന്നും അച്ഛൻ അവളെ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി നൂഡിൽസ് വാങ്ങി കൊടുക്കുന്നതുമൊക്കെ അവൾ പറയുന്നുണ്ട്. ആ ഒരു ദിവസമാണ് വർഷത്തിൽ അവൾക്ക് ആ നൂഡിൽസ് കഴിക്കാൻ യോഗമുള്ളത്. അതും 2 എണ്ണം വാങ്ങിക്കാൻ അച്ഛന് ശേഷിയില്ലാത്തത് കൊണ്ട് ആകെ 1 എണ്ണം മാത്രമേ വാങ്ങാറുള്ളൂ. അച്ഛന് വിശപ്പില്ല എന്ന് കള്ളം പറയും. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനും എനിക്കത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് അച്ഛനും ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെ അവൾ പറയുന്നു. ഇനി അവളുടെ ബർത്ത്ഡേ അടുക്കാറായിരിക്കുകയാണ്. അന്നത്തെ ദിവസം മുമ്പത്തെ പോലെ അച്ഛനും പോയിരുന്ന് അങ്ങനെ നൂഡിൽസ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമവും ഇത്തവണയെങ്കിലും അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് ഒരു ബൗൾ നൂഡിൽസ് വാങ്ങി കഴിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയും അവൾ പറയുന്നു. ഷാവോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പുല്ലുകൊണ്ട് ഒരു ചെയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ദാലിക്കുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് അവളത് അവന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഷാമു ഈ സമയം ഇനി തനിക്ക് ആ മൈനർ ഡീമൻസിനെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള പരാതി പറയാനായി ഹോങ്ങയുടെ അടുത്തെത്തുന്നുണ്ട്. അവൻ അവിടെ ചെന്നിരുന്ന് പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഹോങ്ങയെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും നൽകുന്നില്ല. അങ്ങനെ സംശയം തോന്നി അടുത്ത് നിന്ന് തൊട്ട് നോക്കിയപ്പോഴാണ് അവിടെ അവൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും അവൻ അവിടെ ഇല്ല എന്ന് ഷാമുവിന് മനസ്സിലാവുന്നത്. ഹോങ്ങ ഈ സമയം പോയത് ഷാമോ നേരത്തെ പറഞ്ഞ മനുഷ്യരുടെ ഇടയിലുള്ള അവൾ എല്ലാ ബർത്ത്ഡേക്കും നൂഡിൽസ് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവനും അവിടെ ചെന്ന് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ എങ്ങനെയുള്ള നൂഡിൽസാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അവൻ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കാരണം അവിടെ വന്ന വെയിറ്റർ കുറേ ഓപ്ഷൻ അവൻ്റെ മുന്നിൽ വയ്ക്കുന്നുണ്ട്.
അതിലേത് ഓർഡർ ചെയ്യണം, എന്ത് ടോപ്പിംഗ്സ് ആണ് നൽകേണ്ടത് എന്നൊന്നും അവൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ വെയിറ്റർ തൽക്കാലം മടക്കി വയ്ക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കഴിക്കുന്നത് കുറച്ച് നേരം വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടി അവൻ ഒരു ഓപ്ഷൻ വെയിറ്ററെ വിളിച്ചിട്ട് പറയുന്നു. അപ്പോൾ അയാൾ വീണ്ടും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതോടെ ഹോങ്ങയ്ക്ക് ആകെ സംശയമാകുന്നുണ്ട്. എന്തായാലും നല്ലോണം സമയമെടുത്ത് ബാക്കിയുള്ളവരൊക്കെ വാച്ച് ചെയ്ത് അവസാനമാണ് എങ്ങനെയാണ് അവിടുത്തെ നല്ലൊരു നൂഡിൽസ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ അവന് കിട്ടുന്നത്. ഇതിനുവേണ്ടി അവന് കുറേ സമയം മെനക്കെടേണ്ടി വരുന്നുണ്ട്. എന്തായാലും അവസാനം അത് പഠിച്ച് അവൻ ആ നൂഡിൽസ് ഓർഡർ ചെയ്ത് അത് കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ ഇരുന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. രാത്രി ആ റെസ്റ്റോറൻറ്റിലെ ആൾ ഒഴിയുന്നത് വരെ ഹോങ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും പോയ ശേഷവും അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടുത്തെ വെയിറ്റർ അവൻ്റെ അടുത്ത് നിന്ന് ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളിയുടെ വലിയൊരു കഷ്ണം എടുത്ത് അവിടെ വെച്ചിട്ട് ആ കിച്ചൺ ഒന്ന് യൂസ് ചെയ്യാൻ തന്നെ അനുവദിക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. കാശ് കൊടുത്താൽ എന്ത് കാര്യവും നടക്കുമല്ലോ. അങ്ങനെ അവരെല്ലാം കിച്ചണിൽ നിന്ന് മാർക്ക് കൊടുക്കുന്നു. അവൻ അവിടെ കയറി നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ വിചാരം ഇതെല്ലാം നേരത്തെ നോക്കിക്കണ്ട് പഠിച്ചതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കാര്യം നടക്കുമെന്നാണ്. ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് അവൻ ആദ്യം അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷേ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇത് തനിക്ക് പറ്റിയ പണിയല്ലെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ പിന്മാറാനും പറ്റില്ല. അങ്ങനെ അവൻ വീണ്ടും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കടക്കാർക്ക് ആദ്യം ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും അവർക്ക് പണം നൽകുന്നതിനാൽ അവർക്കതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവർ 4 സ്റ്റാഫ് ഉണ്ടായിരുന്നത് അവിടെ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഉറക്കം തൂങ്ങി ഇവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവൻ എന്തായാലും നൂഡിൽസ് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ കടക്കാരുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം തന്നെ അത് തുപ്പിക്കളഞ്ഞിട്ട് വായി വെക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. അവൻ വീണ്ടും ട്രൈ ചെയ്യാൻ പോകും തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ നേരം വെളുക്കാറായി, ഇനി മറ്റൊരു ദിവസം ചെയ്താൽ പോരെ എന്ന് അവർ ചോദിക്കുന്നു. അവൻ കുറച്ച് പണം കൂടി അവരുടെ മുന്നിലേക്ക് എടുത്ത് വെച്ചപ്പോൾ പിന്നെ അവർ എതിർപ്പൊന്നും പറയുന്നില്ല. എത്ര സമയം വേണമെങ്കിലും അവനത് ചെയ്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വീണ്ടും അത് ട്രൈ ചെയ്യാൻ തുടങ്ങുന്നു. രാത്രിയായപ്പോഴും ഷാവോ ആ തടവറയിൽ തന്നെ ആയിരുന്നു. ഷാമോ അവളുടെ അടുത്തേക്ക് ആ സമയത്ത് ചെല്ലുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ദാലി രൂപം മാറി വന്നതായിരിക്കുമോ എന്ന് കരുതി ദാലിയുമായിട്ട് അവൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന സീക്രട്ട് സിഗ്നൽ അവൾ കാണിച്ചു നോക്കുന്നു. പക്ഷേ അവൻ്റെ ഭാഗത്ത് നിന്ന് അതിനോട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ദാലിയല്ല, ശരിക്കുള്ള ഷാമോ ആണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അവിടെ തടവിലായിട്ട് ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അവളുടെ തെറ്റ് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവളെ സ്വതന്ത്രമാക്കാൻ തയ്യാറാണ് എന്ന് ഷാമോ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഷാമോ ഇപ്പോഴും എതിർത്ത് നിൽക്കുകയാണ്. ഒരു ഡീമനും മനുഷ്യനുമല്ലാത്ത അവൾ ഈ 2 ലോകങ്ങൾക്കും എന്തെങ്കിലും ഒരു ദിവസം സർവനാശത്തിന് കാരണമാകുമോ എന്നൊരു പേടി തനിക്കുള്ള കാര്യം ഷാമോ അവളോട് പറയുന്നുണ്ട്. പിന്നെ അവളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളെ സ്വതന്ത്രമാക്കിയിട്ട് അവിടെ നിന്ന് പോയിക്കൊള്ളാനും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും നശിപ്പിക്കാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം നശിപ്പിക്കുന്നത് നിന്നെ ആയിരുന്നേനെന്ന് പറഞ്ഞിട്ടാണ് ഷാവോ അവിടെ നിന്ന് ഓടിപ്പോയത്. അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഹോങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാതെ അവളൊന്ന് കൺഫ്യൂഷൻ ആവുന്നു. അവൾ ആ സിഗ്നൽ ഒന്ന് കാണിച്ചു നോക്കുന്നു. അവനും തിരിച്ച് അതേപോലെ കാണിക്കുന്നുണ്ട്. അതോടെ മുന്നിലുള്ളത് ദാലിയാണ് എന്ന് കരുതി ഷാവോ ഓടിച്ചെന്ന് അവൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറി സന്തോഷം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നീ ഇങ്ങനെയാണല്ലേ ദാലിയോട് സാധാരണ പെരുമാറാറ് എന്നവൻ ചോദിച്ചപ്പോഴാണ് അത് ദാലിയല്ല, ഒറിജിനൽ ഹോങ് തന്നെയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ പതുക്കെ താഴെ ഇറങ്ങുന്നു. ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, നിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിന്നെ അവളുടെത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് തലേ ദിവസം രാത്രി വന്നതും അവൻ തന്നെ ആയിരുന്നുവെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നത്. ഷാവോയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യം ദാലിക്കും ലവ്ലോയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നൽകുന്നതിനെ പറ്റി അവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ലവ്ലോ നേരത്തെ തന്നെ ഷാവോയ്ക്ക് സമ്മാനിക്കുന്നതിനെ കുറിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കൊടുക്കുമെന്ന് ലവ്ലോ പറഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കാര്യമൊക്കെ മറന്നുപോകും. മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ അതെന്നും അവൾ ഓർത്തിരിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് നൽകാമെന്ന് ദാലി പറയുന്നു. അങ്ങനെ അവനും അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേ ടെക്നിക്സൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞല്ലോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് പോയി ഷാവോയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാമെന്നാണ് അവർ 2 പേരും കൂടി തീരുമാനിച്ചത്. ഹോങ് ഈ സമയം ഷാവോയും കൊണ്ട് ആ നൂഡിൽസ് ഷോപ്പിലേക്ക് പോവുകയായിരുന്നു. നേരം ഒരുപാട് വൈകിയിരുന്നതുകൊണ്ട് എല്ലാ ഷോപ്പുകളും അടച്ചു കാണും. ഇപ്പോൾ എവിടുന്ന് നൂഡിൽസ് കിട്ടാനാണ് എന്ന് ഷാവോ സംശയം ചോദിക്കുന്നുണ്ട്. ഷോപ്പിന് മുന്നിലെത്തിയപ്പോൾ അത് തുറന്നിരിക്കുന്നത് കണ്ട് അവൾ ശരിക്കും എക്സൈറ്റഡ് ആവുന്നു. ഹോങ്ങിയെ പ്രത്യേകിച്ചൊന്നും പറയാതെ അവളെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാർ കട അവനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവനെങ്ങനെയാണ് അവരെ പരിചയമെന്നൊന്നും ഷാവോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഹോങ് അവളെ ഒരു ടേബിളിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട് എന്താണ് അവൾക്ക് വേണ്ട എന്നുള്ള ഓർഡർ എടുക്കാൻ തുടങ്ങുന്നു. അവൾ നൂഡിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എന്ത് ടോപ്പിങ്സാണ് ചേർക്കേണ്ടത് എന്നൊക്കെ അവൻ അവിടെ ആദ്യം വന്ന സമയത്ത് അവനോട് അവിടുത്തെ സെർവൻസ് ചോദിച്ചതുപോലെ ഇപ്പോൾ അവൻ ഷാവോയോട് ചോദിക്കുന്നു. അവൻ എങ്ങനെ ഇതെല്ലാം പഠിച്ചുവെന്ന് ഷാവോ അത്ഭുതപ്പെടുന്നുണ്ട്. എന്തായാലും അവൾ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നൂഡിൽസ് അറേഞ്ച് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഓർഡർ നൽകുന്നു. കുറേ കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ഹോങ് ഇപ്പോൾ അത് നന്നായി ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. അവൻ വളരെ പ്രൊഫഷണലായിട്ട് നൂഡിൽസ് റെഡിയാക്കുന്നത് കണ്ട് ഷാവോ അന്തം വിട്ട് അവനെ നോക്കിയിരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവനത് റെഡിയാക്കി അവൾ കൊണ്ടു കൊടുക്കുന്നു. ഷാവോ അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടേസ്റ്റ് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള നൂഡിൽസ് ഇതാണ് എന്ന് അവൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോങ്ങി എഴുന്നേറ്റ് പോയി ഒരു ചുമന്ന മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് അവൾ മനസ്സിലെന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചിട്ട് അത് ഊതി അണയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് സാധിക്കുമെന്നാണ് മനുഷ്യർ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ എന്ന് ഷാവോ ചോദിക്കുന്നു. എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നീ എൻ്റെ മുന്നിൽ വെറും ഒരു കുട്ടിയാണ്, അതുകൊണ്ട് നീയും അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് അവൻ നിർബന്ധിക്കുന്നു. അങ്ങനെ ഷാവോയും അതുപോലെ ചെയ്യുന്നുണ്ട്. അവൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവനോട് ഗസ് ചെയ്യാൻ അവൾ പറയുന്നു. ഈ ലോകം മുഴുവൻ ചുറ്റി കാണണമെന്നല്ലേ നീ ആഗ്രഹിച്ചത് എന്നവൻ ചോദിച്ചപ്പോൾ അതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ വിഷായിരുന്നു. ഇത്തവണ ഞാൻ മറ്റൊന്നാണ് ആഗ്രഹിച്ചതെന്ന് അവൾ പറയുന്നു. പക്ഷെ അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛൻ മദ്യപിച്ച് ലെക്ക് കേട്ട രീതിയിൽ ആ ഷോപ്പിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ തുറന്നിരിക്കുകയാണ് എന്ന് കരുതി അദ്ദേഹം തനിക്കൊരു നൂഡിൽസ് തരാനായി ഓർഡർ നൽകുന്നു. ഹോങ്ങി എഴുന്നേറ്റ് പോയി അതുണ്ടാക്കുന്നുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ മുതൽ ഷാവു ആകെ വിഷമത്തിലാണ്. പക്ഷെ അവൾക്ക് അദ്ദേഹത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം കാണാതെ മുഖം മറ്റേ ഭാഗത്തേക്ക് വെച്ച് അവൾ ഇരിക്കുകയാണ്. ഹോങ്ങി പോയി ഒരു നൂഡിൽസ് റെഡിയാക്കി അച്ഛന് കൊണ്ട് കൊടുക്കുന്നു. അദ്ദേഹം പ്ലെയിൻ നൂഡിൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ അവനിപ്പോൾ എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള നൂഡിൽസാണ് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുത്തത്. കഴിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ വേഗം അത് കഴിച്ചു തീർക്കുന്നു. എന്നിട്ട് അവനെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഞാൻ നിങ്ങളോട് പ്ലെയിൻ നൂഡിൽസ് തരാനല്ലേ പറഞ്ഞത്, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള നൂഡിൽസ് എന്തിനാണ് തന്നത്? എൻ്റെ കയ്യിൽ കാശില്ല, പ്ലെയിൻ നൂഡിൽസിൻ്റെ കാശ് ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് മാത്രം അവിടെ എടുത്ത് വെക്കുന്നു. ഓങ്ങെ അത് അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകിയിട്ട്, ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, ഇവിടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഈ നൂഡിൽസ് ഫ്രീ ആണ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും കുറച്ച് സെൻറ്റിമെൻ്റ് ആവുന്നു. അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്, ഇന്ന് എൻ്റെ മകളുടെയും ബർത്ത്ഡേ ആണ്, എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഈ നൂഡിൽസ് കഴിക്കാറുണ്ട്. പക്ഷേ 2 ഓർഡർ ചെയ്യാനുള്ള കാശ് എൻ്റെ കൈവശം ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി 1 മാത്രമാണ് ഓർഡർ ചെയ്യാറ്. എൻ്റെ ബുദ്ധിമുട്ട് അവൾക്കും അറിയാം, അതുകൊണ്ട് അവൾ എനിക്കും കൂടി അത് ഷെയർ ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഇത്തവണ അവൾ എവിടെയാണ് എന്ന് പോലും എനിക്കറിയില്ല. എല്ലാവരും പറയുന്നു അവളൊരു ഡീമനായി മാറിയെന്ന്. എനിക്ക് പക്ഷേ അത് വിശ്വാസം വന്നിട്ടില്ല. അവൾ എങ്ങനെ ഡീമനായി മാറാനാണ്? ഡീമൻസ് കാരണം ഞങ്ങൾ ഒരുപാട് കാലം കഷ്ടത അനുഭവിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഷാവോ ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇതും കൂടി ആയപ്പോൾ അവൾക്ക് അറിയാൻ തുടങ്ങുന്നു. പക്ഷെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് അദ്ദേഹം പോയ വഴിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഹോങ്ങി അവളുടെ അടുത്തേക്ക് എന്നിട്ട് അവൾക്ക് അച്ഛനോട് സംസാരിക്കണമെങ്കിൽ പോയിക്കൊള്ളാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാവോ അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നു. അവൻ ശരിക്കും അവളെ സ്വതന്ത്രമാക്കി വിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഷോപ്പൊക്കെ അടച്ചിട്ട് തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ തനിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് കുറച്ച് കള്ളന്മാർ അവനെ വളഞ്ഞത്. അവൻ്റെ കയ്യിലുള്ളതെല്ലാം എടുക്കാൻ പറഞ്ഞ് അവർ അവനെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഷാവോ അവിടെ എത്തി അവരെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ തിരികെ വന്നതുകൊണ്ട് ഹോങ്ങിയെ ശരിക്കും അമ്പരക്കുന്നു. നിന്നോട് പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാണ് നീ തിരികെ വന്നതെന്ന് അവൻ അമ്പരപ്പോടെ ചോദിക്കുന്നു. ഈ സമയത്ത് അവൻ ചുറ്റുമുണ്ടായിരുന്ന കള്ളന്മാരെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട്. ആദ്യം അവൾ പറഞ്ഞത് അവൻ ഉണ്ടാക്കിയ നൂഡിൽസ് കഴിച്ച് മതിയായിട്ടില്ല, കുറച്ചുകൂടി കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. പിന്നെ നാളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, ഇന്നിൽ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇന്നിനെ ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് വന്നിരിക്കുകയാണ് എന്നവൾ പറയുന്നു. ഹോങ്ങിയെ ആ കള്ളന്മാരെല്ലാം തട്ടി വീത്തിയിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു റൂഫ് ടോപ്പിലാണ് അവൻ അവളെ കൊണ്ട് നിർത്തിയത്. അച്ഛൻ്റെ പിന്നാലെ ചെന്നെങ്കിലും പുറകിൽ നിന്ന് അച്ഛനെ വിളിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ അച്ഛനുള്ള സമാധാനം പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്ന് ജീവിച്ചാൽ കിട്ടുകയില്ല. എന്തിനാണ് അദ്ദേഹത്തെ കൂടി വെറുതെ ദുരിതത്തിലാക്കുന്നത്? അതുകൊണ്ടാണ് തിരികെ പോകുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ബർത്ത്ഡേയുടെ സമയം കഴിഞ്ഞു പോയെങ്കിലും ഷാവോ ഒരാഗ്രഹം കൂടി അവനോട് പറയുന്നു. ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. അവനത് സാധിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അവളെയും കൊണ്ട് ആദ്യം താഴെ ഒരിടത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ വിളക്കുകളൊക്കെ തെളിച്ച് നല്ലൊരു കാഴ്ച തന്നെ അവൻ ഒരുക്കുന്നുണ്ട്. ആ വിളക്കുകളൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. പിന്നെ അവിടെ കച്ചുകൊണ്ട് കുറേ ആനിമൽസിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ചൂസ് ചെയ്യാൻ അവൻ പറയുന്നു. അങ്ങനെ അവൾ ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോൾ അതിനവൻ എന്തോ മാജിക്ക് കൊടുത്ത് ജീവൻ വെപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി അവളെയും കൊണ്ട് ആകാശത്തുകൂടി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അവർ പോകുന്ന വഴിയിലെല്ലാം ഇരുവശങ്ങളിലായിട്ട് കളർഫുള്ളായിട്ട് ഇങ്ങനെ ബോംബുകൾ പൊട്ടി വരുന്നത് പോലെ നിറങ്ങൾ വാരി വിതറുന്നുണ്ട്. എല്ലാം കൂടി വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഷാവോ ശരിക്കും എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആവുന്നുണ്ട്. അടുത്ത ദിവസം ഡാലിയും ലൗലോയും കൂടി മനുഷ്യർ തങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് ഷാവോയ്ക്ക് പറ്റിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തിരച്ചിൽ തുടങ്ങുന്നു. അങ്ങനെ തിരഞ്ഞു നടക്കുന്ന കൂട്ടത്തിലാണ് ഒരിടത്ത് ഒരുപാട് പെൺകുട്ടികൾ കൂടി നിൽക്കുന്നതും അവിടെ 3-4 പെൺകുട്ടികളിൽ നിന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് വിൽക്കുന്നതും ഇവർ കാണാനിടയാവുന്നത്. ഡാലിക്ക് അല്ലെങ്കിലേ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒരു വീക്ക്നെസ് ആണ്. അവിടെ നിൽപ്പുണ്ടായിരുന്ന ആ സ്ത്രീകളുടെ സൗന്ദര്യം കൂടി കണ്ടപ്പോൾ അവൾ ഇടിച്ചു കയറി അവരുടെ മുന്നിലേക്ക് ചെന്ന് ആ പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവർ മിസ്റ്റ് ആൻഡ് വോയിഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നതാണ്. അതൊരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. അവിടെ പുരുഷന്മാരാരും ഇല്ല, അവിടെ സ്ത്രീകളെ ഭരിക്കാൻ ആരുമില്ല, അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമാണുള്ളത്. അവിടുത്തെ സ്ത്രീകൾക്കൊന്നും ഒരിക്കലും പ്രായമാവാറില്ല, എന്നും സുന്ദരികളായിട്ട് തന്നെ ഇരിക്കാം എന്നൊക്കെ ആ പ്രോഡക്ട്സ് വിൽക്കാൻ നിൽപ്പുണ്ടായിരുന്ന
ലേഡി അവരോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ ദാലിക്ക് ആ സ്ഥലത്തേക്ക് പോയാൽ കൊള്ളാമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അകത്ത് നിന്ന് മറ്റൊരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവളുടെ സൗന്ദര്യം കൂടി കണ്ടപ്പോഴേക്കും അവിടെ നിൽപ്പുണ്ടായിരുന്ന പെൺകുട്ടികൾക്കെല്ലാം ആ സ്ഥലത്തേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഒന്നുകൂടി കൂടുന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഷാവോയ്ക്ക് ഗിഫ്റ്റായി വാങ്ങുന്ന കാര്യം ലൗല സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള പണം തങ്ങളുടെ കൈവശമില്ലല്ലോ എന്ന് ദാലി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ലേഡി അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇന്നൊരു ഗിഫ്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവളെ അതിനായി ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവളോട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തോളാനും പറയുന്നു. തൻ്റെ കയ്യിൽ പണമില്ല എന്ന് ദാലി പറഞ്ഞപ്പോൾ അവളുടെ തലയിൽ നിൽപ്പുണ്ടായിരുന്ന പൂക്കളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് തൽക്കാലം പണത്തിന് പകരം അത് മതിയെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ അവർ പറയുന്നു. അങ്ങനെ ദാലി സന്തോഷത്തോടെ അതിൽ നിന്ന് ഒരു ബോക്സ് ഷാവോയ്ക്ക് കൊടുക്കാനായി എടുക്കുന്നുണ്ട്. എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്ഥലവുമായിട്ട് നിനക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അകത്ത് കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്, നിനക്കത് കാണണമെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ അകത്തെ മുറിയിൽ ചുമരിൽ ഒരു ചിത്രം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ കാണുന്ന സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാലിക്ക് അത് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും അത് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഡ്രീം ദേവതയാണ്. ദാലിക്ക് പക്ഷേ അവരെ അറിയില്ല. അവിടെ നിൽപ്പുണ്ടായിരുന്ന മറ്റേ ലേഡി ആ ഡ്രീം ദേവതയെക്കുറിച്ച് ദാലിയോട് കുറിച്ച് വിശേഷണങ്ങളൊക്കെ പറയുന്നു. മിസ്റ്റാൻഡ് വേൾഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ അധികാരി ഈ ദേവതയാണ്. അവിടെ വരുന്നവരാരും ഒരിക്കലും ഏജ് ആവില്ല, എപ്പോഴും സുന്ദരികളായിരിക്കും എന്നൊക്കെ അവൾ വിവരിച്ച് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദാലിക്ക് ആ സ്ഥലത്തേക്ക് പോയാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലായതുപോലെ ആ ചിത്രം അവൾക്ക് സമ്മാനിച്ചിട്ട് എന്നും അവളുടെ ബെഡിൻ്റെ അടുത്ത് വെച്ച് അതിന് പൂക്കളൊക്കെ നൽകി പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ ആ ദേവത നേരിട്ട് വന്ന് അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ആ ലേഡി പറയുന്നു. അങ്ങനെ ദാലി സന്തോഷത്തോടെ ആ ചിത്രവും വാങ്ങിക്കൊണ്ടാണ് പോയത്. ഷാവോയും ഹോങ്ങയും ഈ സമയം ഭീമൻ വാലിയിൽ തിരികെ എത്തിയിരുന്നു. അവൻ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് അവൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കടയിലുള്ളവർക്ക് പണം നൽകിയാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എത്ര പണം നൽകിയെന്ന് അവൾ അന്വേഷിക്കുന്നു. അവൻ കൊടുത്ത പണത്തിൻ്റെ അളവ് കേട്ടപ്പോൾ ആ കാശുണ്ടായിരുന്നെങ്കിൽ ആ ഷോപ്പ് മുഴുവനായിട്ട് മേടിക്കാമായിരുന്നു. ഇതിപ്പോൾ ആകെ 2 പ്ലേറ്റ് നൂഡിൽസ് ആണല്ലോ നമ്മൾ കഴിച്ചതെന്ന് അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. ഞാൻ ആ പണം ചിലവാക്കിയത് നൂഡിൽസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല, നിന്റെ സന്തോഷം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ വിഷമം മാറുന്നുണ്ട്. അപ്പോഴേക്കും ദാലിയും ലവ്ലവും കൂടി അങ്ങോട്ടേക്ക് ഓടി വന്ന് അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന ഗിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് ഹോങ്ങയോട് അനുവാദം ചോദിച്ചിട്ട് അവളെ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ ഗിഫ്റ്റൊക്കെ നൽകിയിട്ട് അതെവിടെ നിന്നാണ് കിട്ടിയത്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ദാലി വിശദമായിട്ട് ഷാവോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പെയിൻറ്റിങ്ങും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ പെയിൻറ്റിങ് കണ്ടപ്പോൾ ഷാവോയ്ക്ക് ആളെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് അവൾ ഈ ഡ്രീം ദേവതയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷാവോ വേഗം ആ പെയിൻറ്റിങ് വാങ്ങി അത് കീറിക്കളയാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. അപ്പോഴേക്കും അതിൽ നിന്നൊരു പ്രകാശം പരക്കുകയും നേരത്തെ ആ ബ്യൂട്ടി പ്രോഡക്ട്സ് വിറ്റുകൊണ്ടിരുന്ന 4 സുന്ദരിമാർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു. അവർ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ ഡീമൻ വാലിയിലേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അവിടെ ഒരു ബാരിയർ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ഒരു തരത്തിലും ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ദാലിയെ ആ സിറ്റിക്കുള്ളിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ദാലിയുടെ കയ്യിൽ ആ പെയിൻറ്റിങ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് വിട്ട് അവർക്ക് ഇതിനുള്ളിലേക്ക് കയറാനുള്ള വഴി അവരുണ്ടാക്കിയത്. ഷാവോ അവരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവരുടെ ശക്തി അവളെക്കാളൊക്കെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് വേഗം ഓടിപ്പോകുന്നുണ്ട്. ദാലിയെയും ലവ്ലോയെയും അവർ 2 പേർ പിടികൂടുന്നു. പിയാൻ എന്ന അവരുടെ ലീഡർ ഷാവോയ്ക്ക് പിന്നാലെ ഓടുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിയാൻ്റെ കണ്ണ് വെട്ടിച്ച് ഷാവോ എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ മറുവശത്തുകൂടി പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആ വശത്ത് നിന്ന് അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഷാവോയ്ക്ക് വീണ്ടും ഒളിക്കേണ്ടി വരുന്നു. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷാവോ കുറച്ച് മുമ്പ് കണ്ട ഈ പിയാൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. എന്നിട്ട് മറ്റേ പെണ്ണിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അവൾക്ക് ഷാവോയെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ശരിക്കുള്ള പിയാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് അവളോട് സംസാരിക്കുന്നു. ഷാവോ മറുഭാഗത്തേക്ക് പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ പിയാൻ അവളെ വഴിതെറ്റിച്ച് വിടാനും നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ മറ്റേ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് ശരിക്കുള്ള പിയാൻ അവൾക്കെതിരായി വരുന്നു. അതോടെ ഷാവോ വെട്ടിലാവുന്നുണ്ട്. പക്ഷെ ഷാവോ അങ്ങനെ തോറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. താനാണ് ഒറിജിനൽ എന്ന് അവൾ വാദിക്കുന്നു. താനാണ് ഒറിജിനൽ എന്ന് മറ്റേ ആളും വാദിക്കുന്നുണ്ട്. ഷാവോ വിട്ടുകൊടുക്കുമോ? അവൾ എന്താണോ പറയുന്നത് അത് തന്നെ ഷാവോയും പറയാൻ തുടങ്ങുന്നു. അങ്ങനെ നടുക്ക് നിൽക്കുന്ന ആളിന് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സംശയം തീർക്കാനായി അവരോട് 2 പേരോടും കൂടി മത്സരിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. ആരാണോ ജയിക്കുന്നത് അത് ഒറിജിനൽ പിയാൻ ആയിരിക്കുമെന്ന് അവൾ വിധി കൽപ്പിക്കുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ 2 പേരും അവളോട് സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ആരെ സഹായിക്കണമെന്നറിയാതെ അവൾ കൺഫ്യൂഷൻ ആവുന്നു. അവസാനം അവൾ ചൂസ് ചെയ്തത് ഷാവോയാണ്. ഈ സമയത്ത് ഷാവോ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പിയാൻ യുന്നിങ് എന്ന മറ്റേ പെണ്ണിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതോടെ അവർ തമ്മിലുള്ള ഫൈറ്റ് അവസാനിപ്പിച്ചിട്ട് വീണ്ടും ഷാവോയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവർ വേഗം തന്നെ ഷാവോയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഷാവോയുടെ സഹായത്തിനായി എത്തുന്നു. പക്ഷേ ഷാമുവിനെ നേരിടാൻ പിയാനെ ഏൽപ്പിച്ചിട്ട് യുന്നിങ് ഷാവോയെയും തട്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിയാനും ഷാമുവും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഹോങ്ങയും അങ്ങോട്ടേക്ക് എത്തുന്നു. പിയാനെ ഈ സമയം ഷാമു അവൻ്റെ കൺട്രോളിലാക്കിയിരുന്നു. ഇതൊരു ഡീമൻ അല്ല, മനുഷ്യനാണ്. എന്നിട്ടും ഡീമനിക്ക് ആർട്സ് അവൾ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ ഷാമു പറയുന്നുണ്ട്.
അവൾ ആ ഡ്രീം ദേവതയുടെ അസിസ്റ്റൻ്റ് ആണ് എന്ന് ഹോങ്ങയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ തിരികെ വന്നിട്ട് ഇതുവരെ ഡ്രീം ദേവതയെ കാണാൻ ചെല്ലാത്തതുകൊണ്ട് ക്ഷണിക്കാൻ വേണ്ടി തങ്ങൾ വന്നതാണ്, ഷാവോയെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പിയാൻ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഷാവോ നിൽക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ഷാവോയെയും ഡാലിയെയും ലവ്ലോയെയും ബാക്കി 3 പേർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഹോങ്ങയെ ഷാവോയെ കണ്ട് അവളുടെ അടുത്തേക്ക് എല്ലാം തുടങ്ങുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ പെയിൻറ്റിങ്ങിൽ നിന്ന് ആ ഡ്രീം ദേവത അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഹോങ്ങയെ തിരികെ എത്തിയിട്ട് ഇതുവരെ തന്നെ കാണാൻ വരാത്തതിൻ്റെ പരിഭവം അവർ പറഞ്ഞപ്പോൾ അവരുമായി സംസാരിക്കാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ഹോങ്ങയെ പറയുന്നുണ്ട്. അവൻ തൻ്റെ കൺട്രോളിൽ വരില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ താൻ കൊടുത്തയച്ച ഗിഫ്റ്റ് അവന് നൽകാൻ അവർ പിയാനെ ഓർഡർ നൽകുന്നുണ്ട്. ഷാമു അങ്ങനെ പിയാനെ സ്വതന്ത്രമാക്കുന്നു. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് തുറന്നിട്ട് അതിലുണ്ടായിരുന്ന ഒരു സ്പൈഡറിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് ഒരു വിഷച്ചിലന്തിയാണ്. അതിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ ഏൽക്കുന്ന ആളിന് അയാളുടെ മനസ്സ് ബോധമൊക്കെ നഷ്ടപ്പെടും. ആ ഗിഫ്റ്റ് ഹോങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവിടെയുള്ള ആ മൈനർ ഡീമൻസിനെയൊക്കെ സ്വതന്ത്രമാക്കാമെന്ന് ഡ്രീം ദേവത പറയുന്നു. പക്ഷെ അവനതിനെ തയ്യാറാവാതെ നിൽക്കുന്നത് കണ്ട് പിയാൻ ആ സ്പൈഡറിനെ ഷാവോയ്ക്ക് നേർക്ക് എറിയുന്നുണ്ട്. പക്ഷെ അത് ഷാവോയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഹോങ്ങയെ അതിനെ കൈകൊണ്ട് തടയുന്നു. അങ്ങനെ അവൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആ പോയിസൺ പടരാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും ഡ്രീം ദേവതയ്ക്ക് സന്തോഷമാവുന്നു. അവരുടെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. ഇനി 7 ദിവസത്തിനുള്ളിൽ ഈ പോയിസൺ നിന്റെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനുള്ളത് ചെയ്തില്ലെങ്കിൽ നീ മരിക്കും. അതുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ അവരുടെ അസിസ്റ്റൻസും അവിടെ നിന്ന് പോകുന്നു. ഷാവോ വേഗം ഹോങ്ങയുടെ കൈ പിടിച്ച് നോക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലേക്ക് ആ പോയിസൺ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് അവൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹോങ്ങ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്.